യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പമായിക്കൊണ്ട് കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ദൈവം എന്നെ ഒരുക്കി. കർത്താവിൻ്റെ നല്ല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ആയിരിക്കുന്നതായി നിങ്ങളെ എല്ലാവരെയും ഈ പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ദൈവം നിങ്ങളെ അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വിഷയം, ഓരോ സാഹചര്യത്തിലും ക്രിസ്തു പുതിയ അനുഗ്രഹങ്ങൾ തരുന്നു. അതിനായി കൊടുത്തിരിക്കുന്ന ആധാരവാക്യം സങ്കീർത്തനം 42:11. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഈ സങ്കീർത്തനം എഴുതിയത് മ്യൂസിഷ്യന്മാരായ കോരഹിൻ്റെ മക്കളാണ്. അപ്പോൾ അവർ കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവജനത്തെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതായ കർത്താവിനോട് ചേർന്നുള്ളതായ ഒരു വചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നമ്മുടെ സാഹചര്യം എന്തു തന്നെ ആകട്ടെ, എന്നാൽ നമ്മെ കർത്താവിൻ്റെ കരങ്ങളിലാണ് നാം സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ആ സാഹചര്യങ്ങളെ ദൈവം ഒരു പുതിയ അനുഗ്രഹമാക്കി നമുക്ക് നൽകും. ഒരു കഥ എനിക്കറിയാം. അസുഖം ബാധിച്ചിട്ട് ആശുപത്രിയിൽ ആയിരിക്കുകയാണ് പിതാവ്. എന്നാൽ മക്കൾ വളരെ വേദനപ്പെട്ടുകൊണ്ട് പിതാവിന് വന്നിരിക്കുന്നതായ ആ വേദന, ആ രോഗം, അതിൽ വിഷമിച്ച് വളരെ മുഖം വീർത്തും ഒരു സന്തോഷമില്ലാത്തതായ ഒരു അനുഭവത്തിലും മക്കൾ രണ്ടുപേരുടെയും മുഖമായിരിക്കുന്നു. അവർ ആ സാഹചര്യത്തിൽ ആയി നിന്നുകൊണ്ട് ഒരുപക്ഷെ പിതാവിന് വന്നതായ രോഗം, സാമ്പത്തിക ഞെരുക്കം, ഇതൊക്കെ അവരെ വളരെ വേദനിപ്പിക്കുന്നു, അവരെ തളർത്തുന്നു. സന്തോഷമില്ല, മുഖത്തൊരു പ്രസന്നതയില്ല. എന്നാൽ അവർ ഒരു പ്രത്യാശയുണ്ട്. ആശുപത്രിയിലായിരിക്കുന്നതായ ആ പിതാവ് സൗഖ്യം പ്രാപിക്കും, മടങ്ങി വരും. ഒരുപക്ഷെ നമുക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധപ്പെട്ടവർക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതേപോലെയുള്ളതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടിൻ്റെ നടുവിലും ഒരു സുഖമില്ല, വേദനയാണ്, മുഖം എപ്പോഴും ദുഃഖത്തിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവരെ കർത്താവിൽ ശക്തീകരിക്കുവാനും ബലപ്പെടുത്തുവാനും നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുഖം ആ വേദനയിൽ നിന്നും, ദുഃഖകരമായ അവസ്ഥയിൽ നിന്നും അതൊരു പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ സങ്കീർത്തനം 42:8-9 പറയുന്നത്, യഹോവേ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. പകലിലും രാത്രിയിലും പരിശുദ്ധനായ ദൈവത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ അവൻ്റെ ദയ നമ്മോടൊപ്പമുണ്ടാകും. അവൻ്റെ കരുണ, അവൻ്റെ സംരക്ഷണവും നമ്മോടൊപ്പമുണ്ടാകും. നമ്മുടെ മുഖം ഒരിക്കലും ലജ്ഞിച്ചു പോകുവാൻ ഇടവരില്ല.
നാം സന്തോഷവാന്മാരായി തന്നെ എപ്പോഴും ഇരിക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. സങ്കീർത്തനം 43:5 പറയുന്നത്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അപ്പോൾ കഷ്ടം, പ്രയാസം, വേദന ഇതെല്ലാം നമ്മിൽ വരുമ്പോൾ നാം ദുഃഖിച്ചിരിക്കേണ്ടവരല്ല. നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖം എന്ത് ചെയ്യുമെന്ന് പറയുന്നു? പ്രകാശിപ്പിക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ ഇവിടെ ആയിരിക്കുന്നതായ നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധനായി ദൈവം ഈ തിരുവചനങ്ങളാൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ ദുഃഖവും വേദനകളുമെല്ലാം കർത്താവിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിപ്പിക്കുവാൻ പരിശുദ്ധനായ ദൈവത്തിന് സാധിക്കും. നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്നത്തെ പകൽക്കാലം പരിശുദ്ധൻ നമ്മുടെ വേദനകളെല്ലാം മാറ്റി പ്രകാശമാക്കി നമ്മെ തീർക്കും. തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന അത്യുന്നതനായ കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നു. ഇന്നത്തെ പ്രഭാതം മുതൽ കർത്താവേ, ഇന്ന് ഈ ദിവസം മുഴുവനും അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കും. പരിശുദ്ധനായ ദൈവം ഞങ്ങളുടെ വേദനകൾ അറിയുന്നു, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിയുന്നു, ഞങ്ങളുടെ ദുഃഖം അറിയുന്നു. അതിനെയെല്ലാം അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ പരിശുദ്ധന് കഴിയും. ഞങ്ങളുടെ ദുഃഖകരമായ മുഖത്തെ മാറ്റി പ്രകാശമുള്ള മുഖം തന്ന് എൻ്റെ കർത്താവ് ഇന്നേ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണേ പരിശുദ്ധ പിതാവേ. ആമേൻ.